ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബലരാമൻ ജയിലിൽ ഇരുന്നു കൊണ്ട് സുമിത്രയും ബാലുവും ഞങ്ങളുടെ മകനല്ല നീയെന്ന് പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ബലരാമനെ തന്നെ ജനിപ്പിച്ച് ഉപേക്ഷിച്ചവരോട് ഇപ്പോൾ വെറും പകയും ദേഷ്യവും മാത്രമാണ്. ബലരാമൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ജനിച്ചപ്പോൾ തന്നെ എന്നെ വലിച്ചെറിഞ്ഞ രണ്ട് ദുഷ്ടരൂപങ്ങളാണ് എൻ്റെ മനസ്സിൽ. എന്നെ ചവിട്ടിയെറിഞ്ഞു കളഞ്ഞവരെ എനിക്ക് കൊല്ലണമെന്ന് ബലരാമൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ജർമ്മനിയിലേക്ക് പോവാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്ന സാഗറിനെയും സുജാതയെയും കാണിക്കുന്നു. സാഗർ സുജാതയോട് പറയുന്നുണ്ട്, ബലരാമന്റെ അധ്യായം അവസാനിച്ചു, നമ്മൾ അവനെ തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സുജാതയ്ക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസൻ കൺമണിയുടെയും കൃഷിൻ്റെയും പ്രണയം അറിയുന്നു. ഇതോടെ തകർന്നിരിക്കുകയാണ് ശ്രീനിവാസൻ. അപ്പോഴാണ് അവിടേക്ക് കൺമണിയും ഗോകുലും വരുന്നത്. കൺമണി അച്ഛനോട് പറയുകയാണ്, ഗോകുൽ പറഞ്ഞത് സത്യമാണ് അച്ഛ, ഞാനും കൃഷി സാറും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇത് കേൾക്കുന്ന കൺമണിയുടെ അച്ഛൻ ഷോക്ക് ആവുകയാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. പിന്നീട് കൃഷ് ഫോണിൽ കൺമണിയെ വിളിക്കുന്നു. കൃഷ് കൃപയുടെ അടുത്തിരുന്നാണ് കൺമണിയോട് സംസാരിക്കുന്നത്. കൃപയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമാവുകയാണ്. കൃഷ് ഫോണ് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് കൺമണിയോട് സംസാരിക്കുന്നത്. കൃഷ് പറയുകയാണ്, എന്തിനാ പേടിക്കുന്നത് അല്ലേ കൃപമോളെ, മേ ഹൂന എന്ന് പറയുന്നു. ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നാണ് കൃഷി പറയുന്നത്. ഇത് കേൾക്കുന്ന കൺമണി സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ചിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.